നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. കറുത്തിരുണ്ടിരിക്കുന്ന പടച്ചവനെ വല്ലാത്ത കറുപ്പ, മുടിയല്ല ചുരുണ്ടിരിക്കുന്ന, ആര് കണ്ടാലും പടച്ചവരെ വന്ന് മുഖം താഴ്ത്തുന്ന സൗന്ദര്യമില്ലാത്ത സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു തടസ്സമാകുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരിക്കലുമില്ല. പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിറമൊരു തടസ്സമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പ്രവാചകന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് ചോദിച്ചു, സഅദ്, അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, വിവാഹം കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാ നബിയേ. വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല നബിയേ. അവരെന്നെ ആട്ടിയിറക്കുകയാ, അവരെന്നെ പരിഹസിക്കുകയാ. ഒരു മനുഷ്യനും തന്റെ പൊന്നുമകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു, സഅദ്, നിനക്കെന്തേ അവര് വിവാഹം കഴിച്ചു തരാത്തത്? എനിക്ക് സൗന്ദര്യമില്ലല്ലോ നബിയേ, എനിക്ക് കറുപ്പാണല്ലോ നബിയേ, എന്നെ കാണാൻ അഴകില്ലല്ലോ നബിയേ, എനിക്ക് സമ്പത്തില്ലല്ലോ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ നബിയേ, ഇതെല്ലാം അല്ലാഹു തന്നതല്ലേ, അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഅദ്, നിനക്ക് വിവാഹം കഴിക്കടോ? നിനക്ക് വിവാഹം കഴിക്കടോ? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട്, അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദ്, ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവനല്ലേ നബിയേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ നബിയേ, കാണാൻ അഴകില്ലാത്തവനല്ലേ നബിയേ, ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനാ പറയുന്നത്, പോയി ചോദിക്കാ പറയുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു വിടുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുന്ന് സലാ പറയുകയാണ്. ആ കോടീശ്വരനായ മനുഷ്യൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. കോലം കാണുമ്പോ അപ്പോഴേ മുഖം ചൊടിയുന്നുണ്ട്. സഅദ് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? നിങ്ങളുടെ പൊന്നുമോടെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? കേൾക്കേണ്ട താമസം ആ മനുഷ്യന് വല്ലാത്ത കോപമുണ്ടാവുകയാണ്, അവിടുന്ന് ദേഷ്യമുണ്ടാവുകയാണ്. ഇല്ലടാ, ഇറങ്ങി പോകടാ എന്ന് പറയുമ്പോ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. അവിടെ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ആട്ടിയോടിക്കുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ആ കോടീശ്വരന്റെ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവിടെ നിന്ന് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ, ആ ചെറുപ്പക്കാരെ എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത്? അവന് സൗന്ദര്യമില്ലെങ്കിലും അവന് പണമില്ലെങ്കിലും വാപ്പാ, എനിക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു വാപ്പാ.
എനിക്കാ ചെറുപ്പക്കാരനെ മതി. അള്ളാന്റെ റസൂലാ പറഞ്ഞു വിട്ടത്, അള്ളാന്റെ റസൂലാ പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ. ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇവിടെ നിറക്കി വിട്ടല്ലോ. പോവാപ്പാ, ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറവാപ്പാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങി പോകുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ, കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സഅദ് എന്ന ചെറുപ്പക്കാരെ വിളിക്കുകയോ, അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്. അവിടെ നിന്ന് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലോ. എത്ര കൊല്ലത്തെ മോഹമോ, എത്ര കളിയാക്കലും പരിഹാസവും കേട്ടതാണ്. അല്ലാഹുവേ, ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദ്, വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കൂ. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 3 സഹാബത്തിന്റെ വീടിന്റെ മുന്നിൽ ചെന്നു. അവിടെ 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകൻ ആ സമ്പത്ത് മുഴുവനും ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഅദ്, നാളെ നിന്റെ വിവാഹമാ സഅദ്, അതുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു ചെന്നിട്ട് മഹർ വാങ്ങ് സഅദ്, പുതുവസ്ത്രം വാങ്ങ് സദസ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ, അതാ ആ പെണ്ണിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങ് സഅദ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് എന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ പ്രവാചകന് കമ്പോളത്തിലേക്ക് യാത്രയാക്കുകയാണ്. വളരെ സന്തോഷത്തോട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പോളത്തിലേക്ക് കടന്നു വന്നിട്ട് നാളെ വിവാഹമാ, ധരിക്കാനുള്ള പുതുവസ്ത്രം ഇങ്ങനെ തിരയുകയാണ്. തന്റെ പുതുവസ്ത്രങ്ങള്, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി അതാ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാ. എല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കടൂ. ആരോ വിളിച്ചു പറയുന്നത് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ കേൾക്കുകയാണ്. പുതുവസ്ത്രമുണ്ടല്ലോ, വാങ്ങിയ പുതുവസ്ത്രമുണ്ടല്ലോ, നാളെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ, ആ വാങ്ങിയ വസ്ത്രമെടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, വിവാഹമാണോ വേണ്ടത്, വിവാഹ ജീവിതമാണോ വേണ്ടത്? അല്ലാഹുവേ, നാളെ വിവാഹ പന്തലിലേക്കാണോ കടന്നു പോകേണ്ടത്, അതോ പടച്ച റബ്ബിന്റെ സ്വർഗമാണോ വേണ്ടത്? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഒരു കുതിരയെ വാങ്ങുകയോ, ഒരു വാട് വാങ്ങുകയോ, ഒരു പടയങ്കി വാങ്ങുകയോ, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങുകയോ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് വേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങുകയാണ്. എന്നിട്ട് തന്റെ മുഖം മുഴുവനും 2 കണ്ണൊഴികെ ബാക്കിയെല്ലാം മറക്കുകയാണ്. തന്റെ 2 കണ്ണൊഴികെ ബാക്കി എല്ലാ ഭാഗവും ഇങ്ങനെ അതാ തലപ്പാവ് കൊണ്ട് മറക്കുകയാണ്. എന്നിട്ട് അല്ലാഹ്
കുതിരയുടെ മുകളിൽ കയറിയിട്ട് ശത്രുവിന്റെ നടുക്കിലേക്ക് പാഞ്ഞിറങ്ങുകയാ. അല്ലാഹുവേ പടച്ചവര് യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞിറങ്ങുകയാണ്. എന്നിട്ട് ശത്രുക്കളെ മുഴുവനും വെട്ടി നശിപ്പിക്കുകയാ. എല്ലാ സ്വഹാബത്തും നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്നറിയുന്നില്ല. മുഖം മുഴുവനും മറച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ സ്വഹാബത്തുകൾക്കിടയിൽ ശത്രുക്കളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുകയാണ്. ആരോ പറഞ്ഞത് മലക്കാണ്, മനുഷ്യനല്ല. പടച്ചവനെ അതുപോലെ രീതിയിലുള്ള യുദ്ധമാണ്. ശത്രുക്കളുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്ത് നടക്കുകയാ. ആരാട് പടച്ചവര്? മുഖം മറച്ചിട്ട് വന്ന ചെറുപ്പക്കാരനാരാ? എല്ലാ ജനങ്ങളും ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുഖത്തിട്ടിരിക്കുന്ന മുഖത്തുണിയതാ, മുഖത്ത് പൊതിഞ്ഞിരിക്കുന്ന തലപ്പാവെടുത്ത് മാറ്റുമ്പോ ആരെന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ. എന്തിനാ നീ യുദ്ധക്കളത്തിൽ വന്നത്? നിന്റെ ഒരുപാട് കൊല്ലത്തെ അഭിലാഷമായിരുന്നല്ലോ, നിന്റെ ആഗ്രഹമായിരുന്നല്ലോ. നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ സഅദ്. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മുഖം കണ്ട അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയില്, അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടില് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തിനായിരുന്നു സഅദ്? അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയുസ് നീ എന്തിന് ചിലവടിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ നബിയേ? പറയാനൊരു മറുപടി വേണ്ടേ? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചിലവടിച്ചു എന്ന് നാളെ പടച്ചറപ്പ് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കടന്നവിടെന്ന് ഷഹീദാവുകയാ, അവിടെന്ന് വഫാത്താവുകയാ. അവസാനം ജനാസ ഖബറിലേക്ക് വെക്കാ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ, അവിടത്തെ മുഖം തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാറില്ലല്ലോ, അങ്ങ് ആദ്യമായിട്ട് ചിരിക്കുന്നത് കണ്ടല്ലോ, എന്തിനാണ് മുഖം തിരിച്ചത്? മുഖം തിരിക്കുന്നത് കണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, സഹാബാ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് വേണ്ടി സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് പരസ്പരം തമ്മിലടിക്കുന്നു സഹാബ. ദുനിയാവിലെ പെണ്ണിന് ആരാ വേണ്ടത്? സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം ആ ചെറുപ്പക്കാരന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയോ. ആ കൂട്ടത്തില് ഒരു ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാല് വെളിവായി സഹാബ. അത് കാണാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ. പടച്ചറപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
ഉസ്താദ്, പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് കൊടുത്താലേ റബ്ബ് നിനക്ക് സ്വർഗം തരൂ ചെറുപ്പക്കാരാ. നിന്റെ ആയുസ് അല്ലാതെ കൊടുക്കുമ്പോര് നിന്റെ ആയുസ് പടച്ചവരെ കൊടുക്കടാ. 5 നേരം നിസ്കരിക്കു ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് കടന്നു പോകുക ചെറുപ്പക്കാരാ, നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കു ചെറുപ്പക്കാരാ. പൊന്നുമോനെ അവിടാടാ കൂട്ടുകാരാകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുമിക്കേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മത്സരിക്കാൻ